you're given, that's how we live it. Don't be mad at the system, it's simply how we've existed. I hear a lot of people talking like they politicians and choose to be an accountant because it's safe. ഗെയിമറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മൈൻക്രാഫ്റ്റാണ് കളിക്കുന്നത്. ഫ്രീ ഫയർ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫ്രീ ഫയറിൻ്റെ സൗണ്ടിന് ഭയങ്കര പ്രോബ്ലം. അതുകൊണ്ട് മൈൻക്രാഫ്റ്റാണ് കളിക്കുന്നത്. പിന്നെ മൈൻക്രാഫ്റ്റിനെ ഒന്നും കൂടെ ഡിലീറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തു. കാരണം എൻ്റെ പഴയ വെർഷൻ എന്തോ കുഴപ്പമുണ്ടായി. അപ്പോൾ എനിക്ക് നല്ല ലേറ്റസ്റ്റ് വെർഷനാണ് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ പുതിയ ഇമോട്ട്സൊക്കെ കിട്ടി. നല്ല അടിപൊളി ഇമോട്ട്സൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് മൈൻക്രാഫ്റ്റിൽ. പിന്നെ വേറെ 2 ഇമോട്ടും കൂടി ഉണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇമോട്ട് നല്ല രസമുള്ള ഇമോട്ടാണ് ഗൈസ്. പിന്നെ എൻ്റെ ബാക്കിൽ ഒരു ടൈപ്പ് സംഭവമുണ്ട്. ക്രീപ്പറിൻ്റെ ബാനർ കൊടുത്തിട്ട് സംഭവമാണത്. ഞാൻ പിന്നെ കാണിച്ചു തരാം. നമ്മൾ പുതിയ നെതർ വേൾഡ് പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് പുതിയതായിട്ട് വന്ന സംഭവങ്ങൾ, ഈ സംഭവം കുറച്ച് നീക്കിവെക്കട്ടെ. ഓക്കെ, ഈ കാണുന്ന ബ്ലോക്സൊക്കെ പുതിയതായിട്ട് വന്നതാണ്. ഈ 3 ക്രിംസൺ പ്ലാങ്ക്സ്, റാപ്ഡ് പ്ലാങ്ക്സ്, ഇതൊക്കെ പുതിയ നെതറിലെ ബയോംസിൽ വന്നതാണ്. പുതിയതായിട്ട് നെതർ ഇപ്പോൾ വളരെ അടിപൊളിയായിട്ടുണ്ട് നെതർ. പിന്നെ പുതിയതായിട്ട് കുറച്ച് മോബ്സും വന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് പുതിയൊരു മോബാണ്. പിന്നെ മറ്റേ ബോക്സ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. പിഗ്ലിൻ. ഓക്കെ, പിഗ്ലിൻ ബ്രൂട്ട്, അതെന്ത് സംഭവം? അത് ഞാൻ പുതിയതായിട്ടാണ് ഗൈസ്. ഇപ്രാവശ്യം പുതിയതായിട്ടെന്ന ഇതാണ് തേനീച്ചകൾ. എനിക്ക് തോന്നുന്നു തേനീച്ചകളാണ് ഇപ്പോഴത്തെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ളൊരു മൃഗങ്ങളാണ്. പിന്നെ തേനീച്ചകൾക്ക് നമ്മളെ വളർത്താനും പറ്റും നമുക്ക് തേനീച്ചകളെ. ഇതിന് ബി ഹൈവ് ഉണ്ട്, ബി നെസ്റ്റും ഉണ്ട്, ബി ഹൈവും ഉണ്ട്. ബി നെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പോണ സമയത്ത് മരത്തിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് ബി നെസ്റ്റ്. ബി ഹൈവ് നമ്മൾ ഷിയേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം വെച്ച് ഇവിടത്തെ ഞെക്കുമ്പോൾ ടൈപ്പ് ഹണി കോമ്പ് എന്ന് പറഞ്ഞൊരു സംഭവം, അത് പ്ലാങ്കായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്കിത് ബി ഹൈവ് കിട്ടുന്നത്. പിന്നെ നമുക്ക് തേൻ കൊണ്ട് വളരെ ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തേനെടുക്കാൻ വേണ്ടി കുപ്പി എടുത്തിട്ട് ഇങ്ങനെ ഞെക്കുമ്പോൾ, പക്ഷേ ശ്രദ്ധിക്കണം, തേനീച്ചകൾ നിങ്ങൾ അറ്റാക്ക് ചെയ്യും. തേനീച്ചകൾ നിങ്ങൾ എന്തായാലും അറ്റാക്ക് ചെയ്യും. ബീസ് എടുത്തു എന്ന് പറഞ്ഞ് ഹണി എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബീയുടെ താഴത്തൊരു ഇത് വയ്ക്കണം, ക്യാമ്പ് ഫയർ വെക്കണം. ക്യാമ്പ് ഫയർ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുത്തെ തേനീച്ചയിൽ തേനെടുക്കുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ, ഒരു തേനീച്ച കൂടിൻ്റെ അടിയിൽ പുകച്ചിട്ടൊക്കെ എടുക്കണ കാണാറില്ലേ, അതുപോലെ തന്നെ. പിന്നെ ബീസ് ഇങ്ങനെ പൂക്കളുടെ ബാക്കിൽ പോയി ഇങ്ങനെ കുറച്ച് നേരം പൂക്കളൊക്കെ ഇരുന്നിട്ട് ബാക്കിലൊരു ടൈപ്പ് സാധനം ഇങ്ങനെ വരും, പോളൻ ഗ്രെയിൻസ് പോലെ. പോളൻ ഗ്രെയിൻസ് കൊണ്ട് അവർ എൻ്റെ ഉള്ളിൽ കയറാൻ നേരത്തെ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഒരു മഞ്ഞ സാധനം ഇങ്ങനെ ഒളിച്ചിടും. അപ്പോഴാണ് തേൻ ഇത് ഫുള്ളാവുന്നത്. അടുത്ത മോബിലേക്ക് ഇതാണ് ഹോഗിൾ. ഇത് പുതിയ നെതറിലെ ഒരു മോബാണ്, വളരെ അഗ്രസീവാണ്. കണ്ടു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ കൊല്ലുന്ന ടൈപ്പ് ഇതാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതിങ്ങനെ കിടന്ന് വരയ്ക്കണ എന്താണ്, കാരണം ഇത് നെതറിൽ മാത്രമാണ് ഹോഗ്ലിനായിട്ട് നിൽക്കുള്ളൂ. അതേസമയം ഇതിവിടെ കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു മോബം, സോംബിഫൈഡ് ഹോഗ്ലിൻ. ഇത് എന്ത് മോബിനെ കണ്ടാലും അപ്പോൾ തന്നെ ഓടിപ്പോയി കൊല്ലും. എന്താ തേനീച്ചകളെ വരെ ഇത് അറ്റാക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് 5-6 തേനീച്ചകൾ ഇടാം. ഒരു തേനീച്ച അത് അറ്റാക്ക് ചെയ്ത് എന്താണെന്ന് പോകണമെന്ന് നമുക്കിപ്പോൾ കണ്ട എല്ലാ തേനീച്ചകളും കണ്ട റെഡ് ആയതുണ്ട്. ഇനി അത് ഈ ഹോഗ്ലിനെ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കും. ഈ തേനീച്ചകളെ കണ്ട റെഡാവാത്ത എന്താ, ഹോഗ്ലിന് നല്ലത് കിട്ടണ്ട അവിടെ ഇരുന്നിട്ട്. പിന്നെ വേറെ പുതിയതായിട്ടെന്ന മോബാണ് പിഗ്ലിൻ. ഇത് കുഞ്ഞാണ്, വലുത്. ഓക്കെ, ഇതാണ് വലിയ പിഗ്ലിൻ. ഇത് നമ്മളെ കണ്ട് അറ്റാക്ക് ചെയ്യും. അതേസമയം നമ്മൾ വല്ല ഗോൾഡിൻ്റെയോ വല്ല ആർമറോ ഇതോട്ടെങ്കിൽ ഇതും കിടന്ന് ഇങ്ങനെ വരയ്ക്കാനാണ്. കാരണം ഇത് നെതറിൽ മാത്രം ഇങ്ങനെ വരയ്ക്കാണ്ടിരിക്കുള്ളൂ. ഇതായി കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഹോഗ്ലിന് അതുപോലെ ആയതിരി ഇതൊരു ടൈപ്പ് മോബാവും. സോംബിഫൈഡ് പിഗ്മെനോ എനിക്ക് തോന്നുന്നു PC വെർഷൻസിലാണ് ശരിയാണ്. ഇതിനകത്ത് പിഗ്മെനാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ സോംബിഫൈഡ് പിഗ്ലിനും പറഞ്ഞൊരു സംഭവം ഇതുപോലെ തന്നെ, നേരത്തെ പിഗ്ലിൻ പോലെ തന്നെ ഇതുപോലെ തന്നെ ഇരിക്കും. പിന്നെ പുതിയതായിട്ടൊന്നും പിഗ്ലിൻ ബ്രൂട്ട്, ഇതെന്ത് സംഭവം? ഇതിനെ ഞാൻ ആദ്യമായിട്ടാണല്ലോ പിഗ്ലിൻ ബ്രൂട്ട്. ഇതെന്താ ചെയ്യുന്നത്? അത്ര നല്ല ഇൻഫോർമേഷൻ എനിക്കറിയില്ല ഈ പിഗ്ലിൻ ബ്രൂട്ടിനെ കുറിച്ച്. പക്ഷേ ഇതുപോലെ തന്നെ പിഗ്മെൻ്റ് ഔട്ട് ആവുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ കേട്ടത് ഇതും പിഗ്മെൻ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പിഗ്ലിൻ ബ്രൂട്ട് തോന്നുന്നു. ഇത് പുതിയ നെതർ ബയോമിൽ കിട്ടത്തത്. നമുക്ക് പറഞ്ഞ് താമസിക്കേണ്ട പുതിയ നെതർ ബയോമിലേക്ക് പോവാം. ഫസ്റ്റ് obsidian, flint and steel. Okay,
ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഫ്രീ ഫയർ കളിക്കാണ്ടിരിക്കുകയാണ് പുതിയ സ്ക്രീൻ റെക്കോർഡറിൻ്റെ കാര്യത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ നെതർ വേൾഡിൽ ഓക്കെ ഗായ്സ്, നമ്മൾ സോൾസ് ആൻഡ് വാലിയിൽ നിന്നും കൊണ്ട് പുതിയതായിട്ടൊന്നൊരു ബയോമിലാണ് സ്പോൺ അയക്കുന്നത്. സോൾസ് ആൻഡ് വാലി, ഇതാണ് സോൾസ് ആൻഡ് വാലി പുതിയ ബയോം. പിന്നെ കുറേ സോൾസ് ആൻഡ് വാലി പോലെ തന്നെ വേറെ കുറേ ബയോംസ് ഉണ്ട് ഇവിടെ കാണേണ്ടതാണ്. ഗായ്സ് താഴത്ത് എനിക്ക് തോന്നുന്നു എന്തോ സ്ട്രക്ചർ ഞാൻ കണ്ടു, എന്തോ പണിതിട്ടേക്കുന്നത് ഓരോ പില്ലറിൻ്റെ ഇതാണ്. ഗായ്സ് പുതിയതായിട്ട് വന്ന മോബാണ് സ്ട്രൈഡർ. ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ വിട്ടുപോയി. സ്ട്രൈഡർ നമ്മളൊന്നും ചെയ്യില്ല, നമ്മൾ അതിനെന്ത് ചെയ്താലും അത് നമ്മളൊന്നും ചെയ്യില്ല. കാരണം ഇത് ലാവേക്കൂടെ മാത്രമേ നടക്കുള്ളൂ. ഇത് നമ്മുടെ വേൾഡിൽ വന്നു കഴിഞ്ഞ് തണുപ്പടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചത്തും. കാരണം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ചത്തും, തണുപ്പ് അതിനെ പറ്റില്ല. ഇപ്പോൾ ലാവ നമുക്ക് നദിയൊക്കെ കിടക്കണമെങ്കിൽ സാഡിൽ നിന്നും പറഞ്ഞ സംഭവമുണ്ട്. അത് ഇതിൻ്റെ മേത്ത് സാഡിൽ വെച്ചിട്ട് റാപ്പിഡ് ഫംഗസ് സോണെ സ്റ്റിക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഈ കാർട്ടൂൺസിലൊക്കെ കാണില്ല, കഴുതയുടെ ഫ്രണ്ടിൽ ക്യാരറ്റ് വെച്ചിട്ട് കഴുത ഇങ്ങനെ ഓടിക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇതിനകത്തും ഭയങ്കര വളരെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഗൈസ്, ഇതാണ് പുതിയ ഇത് നമ്മുടെ ഇത് പൊട്ടിപ്പൊളിഞ്ഞായിരിക്കുക നെതർ പോർട്ടൽ. അതുപോലെ തന്നെ ഇതുപോലത്തെ കുറേ സ്ട്രക്ചർ ഉണ്ടാവും ഇപ്പോഴത്തെ നെതറിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ആക്ടിവേറ്റ് ആവുമെന്ന് തോന്നണില്ല. ഈ ക്രൈയിങ് ഒബ്സീഡിയൻ മാറ്റണം. ഡയമണ്ട് പിക്ക് ആക്സ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൈയിങ് ഒബ്സീഡിയൻ, ഇത് പുതിയതായിട്ട് വന്നൊരു ഒബ്സീഡിയനാണ്. ഈ ഒബ്സീഡിയൻ നമ്മൾ ഡയമണ്ട് പിക്ക് ആക്സ് വെച്ച് പൊട്ടിച്ചിട്ട് ഇത് മാറ്റിയിട്ട് ഇത് അവിടെ കയറ്റി വെച്ചിട്ട് ഓണാക്കണമെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഡയമണ്ട് പിക്ക് ആക്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ ഒബ്സീഡിയൻ അവർ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ ഒബ്സീഡിയൻ, ഗോൾഡ്, ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എല്ലാം ഉണ്ട്. ഇവരുടെ പ്ലാൻ ഇതാണെന്ന് മനസ്സിലായി. ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്താൽ മതി. ഇത് പുതിയ അടിപൊളി ഒരു രസമുള്ള ഐഡിയയാണ്. കാരണം നെതറിൽ നമ്മളിങ്ങനെ വഴി മറന്നു പോയി കഴിഞ്ഞാൽ ഇത് വളരെ നല്ലൊരു പ്ലാനാണ്. പിന്നെ ഇപ്പോൾ നെതറിൽ ഗോൾഡിൻ്റെ നഗറ്റും കിട്ടും. ഇപ്പോൾ ഗോൾഡ് ആവശ്യം വരും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിഗ്ലിനായിട്ട് നമുക്കിപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യാം. പിന്നെ ഗൈസ് ഒരു സ്കെലട്ടൺ ആണത്. ഇതൊക്കെ സ്കെലട്ടൺസാണ് ഗൈസ്. ഈ സ്കെലട്ടൺ നമ്മുടെ വേൾഡിലുണ്ട്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആരെ വെച്ച് ഷൂട്ട് ചെയ്യും. നമ്മളെ കൊല്ലണമെന്നാണ് ഇതിൻ്റെ മെയിൻ പ്ലാൻ. പിന്നെ ഇപ്പോൾ ഈ സോൾ സാൻഡിൽ തീയെത്തുമ്പോൾ ഇങ്ങനെ ഓറഞ്ച് കളർ തീയാവും. ചാവാത്തെന്ത് ലാവെ തള്ളിയിടാനാണ് എൻ്റെ ഉദ്ദേശം. ചത്തുപോയി. കറക്റ്റ് ലാവെ ചാടാൻ പോകുന്ന സമയത്ത് തന്നെ ചത്തു. പിന്നെ ഞാനിവിടെ വേറെ ബയോം കണ്ടു തോന്നുന്നു. ഗൈസ് അവിടെ കാണുന്ന വേറെ ബയോമാണ്. ഇതാണ് ബസാൾട്ട് ഡെൽറ്റ. ഈ ബയോം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ പഴയ നെതറിലോ അല്ലാത്ത ഇപ്പോഴത്തെ നെതറിൽ ഇങ്ങനെ കുറേ പൊടിപടലങ്ങൾ പോലത്തെ സാധനങ്ങളൊക്കെ പറന്നെടുക്കുന്നതാണ്. എന്നിട്ട് ഇത് വളരെ ഡേഞ്ചറായിട്ടുള്ള ബയോമാണ്. നിറച്ച് ലാവയാണ് ഇവിടെ. പക്ഷേ ഇത് വളരെ ചെറിയ ബയോമാണ്. എൻ്റെ ഈ സീഡിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. വളരെ ചെറിയ ബയോമാണ്. പിന്നെ ഏറ്റവും കോമൺ ബയോം എനിക്ക് തോന്നുന്നു ഇതാണ് നെതർ വേസ്റ്റ് ലാൻഡ്. പണ്ട് ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോഴത്തെ ഇതാണ് നെതർ വേസ്റ്റ് ലാൻഡ്. പിന്നെ ബാസ്റ്റ്യൻ എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു മിനിറ്റ് ഗൈസ്, ഒരു മാപ്പ് ഉണ്ട്, വേ ഓഫ് ദ നെതർ എന്നും പറഞ്ഞിട്ട്. അതാണ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. മാർക്കറ്റ് പ്ലേസ് ലോഡാവാൻ കുറച്ച് നേരം എടുക്കും, വെയിറ്റ് ചെയ്യാം. ഓക്കെ, മേ ബി ചെക്ക് യുവർ ഇൻ്റർനെറ്റ് കണക്ഷൻ. കണക്റ്റ് ആണല്ലോ. വെറുതെ ഇല്ല ഗൈസ്, ഇത് നോക്കാൻ പറ്റാത്ത തോന്നുന്നു. എൻ്റെ വൈഫൈക്ക് ഇവിടുത്തെ എന്തോ വൈഫൈക്ക് ഒരു കുഴപ്പമുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ വേൾഡിനെ കളിക്കാം. പിന്നെ ഇവിടെ തുടങ്ങുന്ന കുറേ ടിപ്പ് ചെയ്ത് കാണിക്കും ഞാൻ പറഞ്ഞ മാതിരി തന്നെ. യു ക്യാൻ ബാർട്ടർ വിത്ത് പിഗ്ലിൻസ്. പിന്നെ ഇത് ഈ കാണുന്ന റെഡ് കളർ പുതിയ ബയോം, ആ നീല കളർ, പച്ച കളർ, നീല കളർ മിക്സ്. ഓക്കെ, ഇവിടെ വേറെ ഏതെങ്കിലും ബയോമുണ്ടെന്ന് നമുക്ക് തപ്പാം. ഇവിടെ നിറച്ച് നെതർ വേസ്റ്റ് ലാൻഡ്, സോൾ സാൻഡ് വാലി, വേറൊന്നും കാണാനില്ലല്ലോ ഇവിടെ. ഓക്കെ, പിന്നെ ഈ നെതറുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും താഴത്ത് കാണുന്ന സംഭവമാണ് ബെഡ് റോക്ക്. എൻ്റെ അറിവിൽ വെച്ച് ബെഡ് റോക്ക് ഒരിക്കലും പൊട്ടില്ല എന്നാണ്. നമ്മുടെ വേൾഡിലേക്കാണെങ്കിൽ താഴത്ത് മാത്രമായിരിക്കും ബെഡ് റോക്ക് ഉള്ളത്. പക്ഷേ നെതറിൻ്റെ പ്രത്യേകത താഴത്തും മേളിലും ബെഡ് റോക്ക് ഉണ്ട്. ഈ സാൻഡ്വിച്ച് പോലെ തന്നെയാണ്, താഴത്തും മേളിലും ബെഡ് റോക്ക്. ഗായ്സ്, നമ്മൾ ബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ സംഭവം എത്തി. ഇവിടെയാണ് പിഗ്ലിൻസ് മെയിനായിട്ട് കാണുന്നത് ഗായ്സ്. പിന്നെ നമ്മൾ വിചാരിച്ചത് ഈ റെഡ് കളർ ക്രിംസൺ ഫോറസ്റ്റിലെത്തി. പിന്നെ ഇവിടെ ഒരു ബാസ്റ്റ്യൻ ഉണ്ട്. ബാസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, അടുത്ത് കാണിച്ചു തരാം.
ഇത് നെതർ ഫോർട്രസ് ആണോ? അല്ല, ഇതും ബാസ്റ്റിയൻ തന്നെയാണ്. എന്ത് സംഭവം ഇത്? ഗോൾഡാണത്, ഗോൾഡാന്ന് തോന്നുന്നു. ഓക്കെ, ബാസ്റ്റിയൻ കളർ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ബാസ്റ്റിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായ്സ്, ഞാൻ വിചാരിച്ചാൽ തന്നെ പിഗ്ലിൻ ബ്രൂട്ട് ബാസ്റ്റിയനിൽ തന്നെയാണ്. ബാസ്റ്റിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഇവിടെ ഗോൾഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഗോൾഡ് പിഗ്ലിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആർത്തിയാണ്. ഞാൻ ജസ്റ്റ് ഒരു സൂത്രം കാണിച്ചു തരാം. നമുക്കിപ്പോൾ പിഗ്ലിൻസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇവിടെ സോൾ സാൻഡും വയ്ക്കുന്നുണ്ടല്ലോ ഒരു. ഓക്കെ, ഒരു പിഗ്ലിൻ. ഓക്കെ, ഇവിടെ ഒരു പിഗ്ലിൻ ഉണ്ട്. അത് വലിയ പിഗ്ലിനാണ്. ഒരു സൂത്രം ഞാനിപ്പോൾ കാണിച്ചു തരാം. പിഗ്ലിനായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഒരു ഗോൾഡ് എറിഞ്ഞ് കൊടുത്തിട്ടാൽ മതി. അത് ഗോൾഡ് ഭയങ്കര ആർട്ടിക്ക് സാറിൽ അത് പൊട്ടിച്ച് തന്നാൽ മതി. കണ്ട ഗൈസ്, പിഗ്ലിന് ഇങ്ങനെ ഒരു ഗോൾഡ് എടുക്കും. ഗോൾഡ് എടുത്തിട്ട് ചിലപ്പോൾ കച്ചറ വലിച്ചെറിയും, ഇതിൽ ചിലപ്പോൾ ആവശ്യമുള്ള സംഭവങ്ങൾ വലിച്ചെറിയും. എന്തൊക്കെ സാധനം ഇട്ടേക്കണേന്ന് നോക്കാം. ക്രൈയിങ് ഒബ്സിഡിയൻ, അതുപോലത്തെ നെതർ റാക്ക്, അങ്ങനത്തെ ചില സമയത്ത് കച്ചറ വരും, ചില സമയത്ത് നല്ല അടിപൊളി സംഭവങ്ങൾ വരും. ഗോൾഡ് എവിടെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പിഗ്ലിന് ഓടി വരും. ഈ പിഗ്ലിൻ ബ്രൂട്ട് എന്തായിട്ട് അട്രാക്റ്റ് ചെയ്യണമെന്ന് നോക്കട്ടെ. പിഗ്ലിൻ ബ്രൂട്ട് അങ്ങനെയല്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ എന്താ എൻചാൻറ്റഡ് കച്ചറ വിട്ട് വാരിയിട്ടുണ്ടിരിക്കുക. സ്പ്ലാഷ് ഓഷൻ ഓഫ് ഫയർ റെസിസ്റ്റൻസ്, ഇത് അടിപൊളി സംഭവമാണ്. താഴത്തേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഫയർ റെസിസ്റ്റൻസിൻ്റെ ഇത് കിട്ടും. ഇത് കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ലാവയിൽ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്കൊന്നും പറ്റില്ല, കാരണം ഫയർ റെസിസ്റ്റൻസ് ആണ്. പിന്നെ ഇവിടെ ചെസ്റ്റ് ഉണ്ട്. ഈ പിഗ്ലിൻസിൻ്റെ മുമ്പിൽ ഞാൻ ഈ ചെസ്റ്റ് വെച്ച് തുറന്നു കഴിഞ്ഞാൽ ഞാൻ ഓടി ഒന്ന് കൊന്നതായിരിക്കും. അൺബ്രേക്കിംഗ് 3 മൾട്ടി ഷോട്ട് 1. ഇതെന്ത് സംഭവം? ഗൈഡഡ് ബ്ലാക്ക് സ്റ്റോൺ, അതെന്ത് സംഭവം? പിന്നെ പുതുതായിട്ടൊന്ന സംഭവമാണ് ചെയിനും വളരെ രസമുള്ള സംഭവമാണ്. ഇവിടെയും പിഗ്ലിൻസ് കച്ചറയിട്ട് തുടങ്ങി. പിന്നെ ഇവിടെ അടുത്ത സ്പ്ലാഷ് പോർഷൻ ഓഫ് ഫയർ റെസിസ്റ്റൻസ് ലെതർ ഇങ്ങനെ കുറേ കച്ചറയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വലിച്ചെറിഞ്ഞാൽ ആവശ്യമില്ല ഇപ്പോൾ. നമ്മളിവിടെ വേറൊരു ബയോം, ഇതാണ് ക്രിംസൺ ഫോറസ്റ്റ്. ഇവിടെയും പിഗ്ലിൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെയാണ് ഹോഗ്ലിൻ ഈ ബയോം. അതേ ഗൈസ്, ഹോഗ്ലിൻ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യും. ഹോഗ്ലിനിൽ നിന്ന് മാറിക്കൊള്ള ഒരു ഐഡിയ ആണ് ഈ വാർപ്ഡ് ഫംഗസ്. ഇത് വെക്കുമ്പോൾ ഹോഗ്ലിനെ ശ്രദ്ധിച്ചോളൂ. വാർപ്ഡ് ഫംഗസ് വെക്കുമ്പോൾ ഹോഗ്ലിൻ എൻ്റെ ഇടയിലക്കത്തോലും അല്ല, കാരണം ഹോഗ്ലിന് അത് ഭയങ്കര പേടിയാണ്. ഒന്നും കൂടെ ശ്രദ്ധിച്ചു. ഹോഗ്ലിൻ്റെ അടുത്ത് ഞാനിത് വെച്ചു ഓടിപ്പോണണ്ട. ഹോഗ്ലിന് റാപ്പിഡ് ഫംഗസ് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു റാപ്പിഡ് ഫംഗസ് കയ്യിൽ കരുതേണ്ടതാണ്. അതുമാത്രമല്ല ഹോഗ്ലിൻ മിക്ക നെതറിലെ മൂവ്സ് ലാവ ചാടി ചത്തൂല. പക്ഷെ ഹോഗ്ലിൻ അങ്ങനെയല്ല. ഹോഗ്ലിൻ ലാവ ചാടിയ ചാവുമെന്ന് തോന്നുന്നു. ഹോഗ്ലിൻ ലാവ ചാടിയ ചത്തു. എത്തനാണ് നമുക്ക് ചത്തുപോയി. പിന്നെ ഇത് നെതറിൽ കാണുന്ന ഒരു ടൈപ്പ് മരമാണിത്. ഇത് വെച്ച് നമുക്ക് ഡോറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം നമ്മുടെ സാധാ വേൾഡിൽ തന്നെ. ഇപ്പോൾ നെതറിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. ഈ സംഭവം കണ്ട ഇത് റാപ്പിഡ് ഫംഗസ് പിന്നെ കണ്ട പിന്നെ കൊടുത്തോണ്ട് വലുതായി. പിന്നെ ഇവിടെ വേറെ ബയോം വല്ലതും ഉണ്ടെന്ന് നോക്കുന്ന തപ്പാണ്. ഇവിടെ ക്രിംസൺ ഫോറസ്റ്റ് തന്നെയാണ്. പൊടിപാടലങ്ങൾ കാരണം ഒന്നും കാണാൻ പറ്റില്ല ക്ലിയർ ആയിട്ട്. നമുക്ക് ജസ്റ്റ് മിനിറ്റ്. ഇത്ര വലിയ റാപ്പിഡ് ഫംഗസ് ഉള്ള റാപ്പിഡ് ഫോറസ്റ്റ് ഇവിടെ എന്താ? ഗായ്സ്, താഴത്തൊരു ഇതുണ്ട്, നെതർ ഫോർട്രസ്. ഇത് കഴിഞ്ഞ അപ്ഡേഷനിലുള്ളതാണ് നെതർ ഫോർട്രസ്. ഇവിടെ ബ്ലേസും കൊണ്ടൊരു മോബ് ഉണ്ടാവും. ഇത് അഗ്രസീവാണ്, നമ്മളെ കണ്ട് അറ്റാക്ക് ചെയ്ത് തുടങ്ങും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറഞ്ഞ ഒരു ബ്ലേസ് റോഡൊക്കെ കിട്ടും. പിന്നെ ഇതാണ് വിതർ സ്കെലറ്റൻ. ഇതിൻ്റെ ഈ സ്കള്ളും വെച്ചാണ് വിതറിനും പറഞ്ഞ ഐറ്റം ഉണ്ടാക്കുന്നത്. അതിനുണ്ടാക്കാൻ അത് വളരെ പാടാണ് കൊല്ലാൻ. പക്ഷേ വിതറിൻ്റെ ഇന്ന് നമുക്കൊരു നെതർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഐറ്റം ഗ്യാരണ്ടിയാണ്, നമുക്കത് കിട്ടും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്കള്ള് കിട്ടാൻ അത് വളരെ വലിയൊരു ടാസ്ക്കാണ്. ഇവിടെ വേറെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ കുറച്ച് മാഗ്മ ക്യൂബ്സ് പിന്നെ നെതർ ഫോർട്രസിൻ്റെ ഉള്ളിൽ ജസ്റ്റ് കിട്ടും. ഇതിനകത്ത് അടിപൊളി ഇതൊക്കെ ആയിരിക്കും കിട്ടണം. നമുക്ക് പറഞ്ഞ് താമസിക്കാണ്ട് തിരിച്ച് നമ്മുടെ വേൾഡിലേക്ക് പോയാലോ എന്നൊരാലോചന. പിന്നെ ഞാൻ ആഡൻസ് നമ്മുടെ ഒരു ആപ്പ് ഉണ്ട് ഗൈസ്, അത് അടിപൊളി ആപ്പാണ് ആഡൻസിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ ഡൗൺലോഡ് ചെയ്യാം. അതായത് റീസ്പോൺ ആങ്കർ. ഈ റീസ്പോൺ ആങ്കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസ്പോൺ ആങ്കർ ഇവിടെ വെച്ചത് ക്രൈയിങ് ഒബ്സിഡിയൻ വേണം. അതിന് അതുണ്ട്, സോറി സ്പെല്ലിങ് തെറ്റിപ്പോയി. ഗ്ലോ സ്റ്റോൺ വയ്ക്കുക. നമ്മൾ ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ
കേൾക്കുമ്പോൾ ഇങ്ങനെ ആക്ടിവേറ്റ് ആവും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നെതർ ഡെഡ് ആവുകയാണെങ്കിൽ സ്ട്രെയിറ്റ് നമ്മുടെ വേൾഡിലേക്ക് തന്നെ പോകും. പക്ഷേ ഇത് ഇവിടെ തന്നെയാണ്, നമ്മൾ ഡെഡ് ആയ സ്ഥലമാണെങ്കിൽ കറക്റ്റ് ഇവിടെ തന്നെ വരും. പിന്നെ ഇത് നമ്മുടെ വേൾഡിൽ അങ്ങനെ പറ്റുമെന്ന് നോക്കാനാണ് ഞാൻ എന്തുണ്ടാവണമെന്ന് കാണിച്ചു തരാം. ഒബ്സിഡിയൻ, ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ, ഇത് പോർട്ടൽ ഓണാവുമോ? ഓണാവുമെന്ന് തോന്നുന്നില്ല. ഇല്ല, ഓണാവില്ല. കുറച്ചും കൂടെ പൊക്കണം. ഇനി ഓണാവും. ഓക്കെ, ഞാനിത് വേറെ ഏതൊരു സ്ഥലത്തെത്തി. സവാന മാത്രമല്ല, ഒരു ഡെസേർട്ട് ഉണ്ട്, മരുഭൂമി. ഓക്കെ, ഇനി എൻ്റെ ഉണ്ടാവണമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ വയ്ക്കുക. പിന്നെ ഞാൻ വേറെ കാര്യം വിട്ടുപോയി. നമ്മൾ ഇനി ഇവിടെ ഒരു ഞെക്ക് വെക്കണം, എന്നെങ്കിലാണ് അത് ആക്ടിവേറ്റ് ആവുള്ളൂ. നെതറിൽ ഞാനത് ആക്ടിവേറ്റ് ചെയ്യാൻ പറയാൻ വിട്ടുപോയി. പക്ഷേ നമ്മുടെ വേൾഡിൽ വെച്ച് ആക്ടിവേറ്റ് ആയി ഇപ്പോൾ എന്തുണ്ടാവണമെന്ന് നിങ്ങൾ കണ്ടു. ആ പൊട്ടിത്തെറിക്കും, നമ്മൾ അതിൻ്റെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ എത്തുമ്പോൾ. ഗായ്സ്, എൻ്റെ ഫേവററ്റ് ബയോം ഈ കാണുന്നതാണ്. ഈ ഗായ്സ് ജംഗിൾ ബയോം എൻ്റെ ഫേവററ്റ് ബയോമാണ്. കാരണം ഇവിടുത്തെ മരങ്ങളൊക്കെ വളരെ രസമുള്ള മരങ്ങളാണ്. ഗായ്സ്, ഇത് ജംഗിൾ ബയോമല്ല, ഇതാണ് ബാംബു ഫോറസ്റ്റാണ്. കാരണം ഇവിടെ നിറച്ച് മുളയാണ്. ബാംബു നിങ്ങൾക്ക് കാണാം. ഈ ബാംബൂവിൽ നിങ്ങൾക്ക് പാർക്കോർ ചെയ്യാം. പക്ഷേ പാർക്കോർ ഇത്തിരി പാടാണ്. അടിപൊളി. ഇതിങ്ങനെ പാർക്കോർ ചെയ്തിട്ട് ശരിയല്ലെങ്കിൽ നിങ്ങൾ എത്തും. പിന്നെ പാർക്കോർ ചെയ്തിട്ട് ശരിയല്ലെങ്കിൽ നിങ്ങൾ എത്തും. അത് മാത്രമല്ല, ഇപ്പോൾ പാണ്ടേനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പാണ്ടേനെ കിട്ടാൻ ചാൻസ് ഒന്നുമല്ല, പാണ്ട ഉണ്ട് ഇവിടെ. പാണ്ട ഒരു പാണ്ട ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ അതേ ഗൈസ് പാണ്ടയെ കാണാൻ വളരെ ക്യൂട്ടാണ് ഗൈസ്. പാണ്ട എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്പ് പാണ്ടാസ് ഉണ്ട്. പ്ലേഫുൾ പാണ്ട, അഗ്രസീവ് പാണ്ട. ഇത് സാധാ പാണ്ടയാണ്. പക്ഷേ പാണ്ട ഏതാണെങ്കിലും ശരി, നമ്മളതിനെ പിടിച്ച് തല്ലി കഴിഞ്ഞാൽ നമ്മളെ തീർച്ചയായും കൊല്ലും. അപ്പോൾ ഇത് നെതറിൽ മാത്രം ചെയ്യാൻ പാടുള്ളൂ. ആക്ടിവേറ്റ് ചെയ്തിട്ട് ഒരു ഞെക്ക് വെക്കണം. ഇത് ഓവർവേൾഡ് ആണെങ്കിൽ ഇപ്പോൾ എന്തുണ്ടാവുന്നത് ഞാൻ കാണിച്ചു തന്നു. കണ്ടോ, ഒക്കെ പൊട്ടിപ്പോവും. ഇതല്ല പാണ്ട തിന്നണ ആനിമേഷൻ അടിപൊളി. ഇത് കേട്ടോ, ബാമ്പ് പറഞ്ഞെടുക്കുമ്പോൾ പാണ്ട വരും. ഈ ബാമ്പ് പറഞ്ഞാണ് ഞാൻ തിന്ന പാണ്ട. ഓക്കെ, സാധാരണ ഇങ്ങനെ അല്ല തിന്നണം. ഉണ്ടാ പാണ്ട ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ തിന്നത്. അപ്പോൾ അത് നിങ്ങൾ എടുത്തിട്ട് മൂറ്റി കുത്തിക്കരണവരാണ് പാണ്ട തിന്നണം. പാണ്ട തിന്നണതാണ് നല്ല രസം. അതെ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ ആഡൻസിൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു തരാം. ആഡൻ ഇപ്പം ഞാൻ ഇട്ടേക്കണ ആഡൻ അക്കീറോ അഗാക്കി എന്നും വളരെ ജാപ്പനീസുകാരൻ ഉണ്ടാക്കിയ ആഡനാണ്. അതിനകത്തെ പ്രത്യേകത ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കൊക്കെ ബൈക്കാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് ഭയങ്കര ട്രെയിൻ എന്ന് പറഞ്ഞാൽ പ്രാന്ത് വരും അതിൽ എനിക്ക്. കാരണം ട്രെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആഡൻ കയറ്റി വഴി അപ്പോൾ തന്നെ ഞാൻ ട്രെയിൻ സെർച്ച് ചെയ്തു. അപ്പോൾ ഒരു ജാപ്പനീസുകാരൻ ഉണ്ടാക്കിയ ആഡനാണ്. അടിപൊളി ആഡനാണിത്. ഇവിടെ റെയിൽ. ഓക്കെ, ഞാൻ സാധാ പവർ ട്രെയിൽ വെച്ച് കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻകാർട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. മൈൻകാർട്ട് റീപ്ലേസ് ചെയ്ത് എന്നിട്ട് ഇവിടെ ട്രെയിൻ വെക്കും. ഇപ്പോൾ ശ്രദ്ധിച്ചോ, ഉണ്ടാ അടിപൊളിയായിട്ട് ഇയാൾ പണിതിട്ടുണ്ട് ട്രെയിൻ. പക്ഷേ ഈ ട്രെയിൻസിനൊക്കെ ഒരു കുഴപ്പമുള്ളൂ. ഈ ട്രെയിന് കുഴപ്പമില്ല കാശ്. എനിക്ക് തോന്നുന്നു അല്ലാതെ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമായിരുന്നു ഒന്ന്. എന്തായാലും പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ട്രെയിനിൻ്റെ കാര്യത്തിലൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഇത് നമ്മൾ മൈൻകാർട്ട് വെച്ചാൽ മൈൻകാർട്ട് ഇരിക്കണമെങ്കിൽ ഇതും ഏകദേശം അതുപോലെ തന്നെയാണ്. മൈൻകാർട്ട് എവിടെയാണ് അവിടെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മര്യാദക്കൊന്നും ക്ലിയർ ആവുകയില്ല. മനസ്സിലാക്കണ്ട, ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഫ്രണ്ട് വശമൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ ട്രെയിൻ ക്രാഷ് ചെയ്യണ്ടേ. ഓക്കെ, നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ ഒരു പവർ ട്രെയിൻ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ ഈ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയൊക്കെ പണിതിട്ട് ഇട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇത് വളയുമ്പോൾ ട്രാക്ക് വളയുമ്പോൾ ശ്രദ്ധിച്ചു. സാധാ ട്രെയിൻ വളയണ ആനിമേഷനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എനിക്കത് മനസ്സിലായ മൈൻകാർട്ട് പോലെയാണെന്ന്. അതുകൊണ്ട് എന്താ പറ്റണേന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ കണക്ട് ചെയ്യാൻ പറയുമ്പോൾ അവിടെയാണ് കണക്ട് ചെയ്യണേ. ഓക്കെ, കണക്റ്റായി. ഉണ്ടാ
ഈ മൈൻകാട്ട് ഏത് ദിശയിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ട്രെയിൻ ഇരിക്കുള്ളൂ. അതും വളരെ ഒരുമാതിരി ആയിപ്പോയി, എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇത് ഉണ്ടാക്കിയ ആൾ ഞാൻ സമ്മതിക്കുന്നു. ഉണ്ടാ ഇത് ഒരുമാതിരി ആയിപ്പോയി. കുഴപ്പമില്ല, അയാൾ അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനെക്കുറിച്ചുള്ള കാര്യം നമുക്ക് വിടാം. ആഡൻസിൽ വേറെ കുറേ ഉണ്ട്. ഞാൻ പിന്നെ ഡൗൺലോഡ് ചെയ്തേക്കുന്നത് വേറെ ഒരെണ്ണം ഹെഡ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ സോംബിയുടെയും ക്രീപ്പറിൻ്റെ ഒക്കെ ഹെഡാണ്. നമ്മൾ റിസോഴ്സ് പാക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇലക്ട്രിക് പോസ്റ്റ് സിഗ്നൽ, ഇത് സോംബിയുടെ ഹെഡ് അവർ ഇത് ഇലക്ട്രിക് കമ്പി ആക്കി, ഈ റെയിൽവേയുടെ സിഗ്നലാക്കിയിട്ടുണ്ട്. ഇത് സാധാ നമ്മുടെ ഹെഡാണ്. ഇത് അവർ ഇതുപോലത്തെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇത് ഡിസ്ട്രോയ് ചെയ്യാൻ കുറച്ച് പാടാണ്. കറക്റ്റ് നമ്മൾ ആ സ്പോട്ട് വെക്കണം. ഇത് ക്രീപ്പറിൻ്റെ ഹെഡാണ്, അവരിങ്ങനെ ഇലക്ട്രിക് കമ്പി ആക്കിയിട്ടുണ്ട്. അത് വളരെ അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട് അവർ. പിന്നെ വേറെ അധികം ആഡൻസ് അടിപൊളി ആപ്പാണ്. നിങ്ങൾ തീർച്ചയായും പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആഡൻസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെർച്ച് ചെയ്യാം. ഗണ്ണൊക്കെ സെർച്ച് ചെയ്താൽ ഗണ്ണൊക്കെ വരും. പക്ഷേ ഇത് വേറൊരു ബയോമാണ്. ഇത് സാധാ നമ്മുടെ ബയോമാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു. ഗ്ലേഷ്യർ, അത് തന്നെ ഗ്ലേഷ്യർ ബയോ. ഇവിടെ ഒരു പോളർ ബിയറിനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. പോളർ ബിയറിനെ കൊണ്ട് അധികം ഉപയോഗമൊന്നുമില്ല. പക്ഷെ ഇത് വളരെ നല്ലൊരു ബയോമാണിത്. വളരെ നല്ലതല്ല, സോറി, വളരെ വലിയൊരു ബയോമാണ്. തോന്നുന്നു ഇവിടെ ഒരു പോളർ ബിയറും ഇല്ലെന്ന്. എൻ്റെ ഡിവൈസ് ഹാങ് ആവണ മാതിരിയുണ്ട്. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. ഇത് നമ്മളിപ്പോൾ സവാന ബയോമിലാണ് നിൽക്കുന്നത്. ഞാൻ എന്തോ കാര്യം ആലോചിച്ചൊന്നും മറന്നും പോയി. കുഴപ്പമില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം. അടുത്ത തവണ ഞാൻ റെയിൽവേ പണിയുമ്പോൾ സാധാ വേൾഡ് പണിയണോ അതോ ഫ്ലാറ്റ് വേൾഡ് പണിയണോ? ഗായ്സ്, ഇവിടെ വേറെ വില്ലേജ് ഉണ്ട്. ഓക്കെ, ഇതെന്താണ് ഗായ്സ്? അത് ശരി, ഇവിടെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലേ. ഇത് ഞാനിപ്പോഴും അറിയണേ. നമുക്ക് വില്ലേജിൽ പോലും പോർട്ടൽ ഓപ്പൺ ചെയ്യാമല്ലേ? ഇതൊന്നും പോർട്ടൽ ഓപ്പൺ ചെയ്യാനുള്ള സംഭവങ്ങൾ ഇവരുടെ കയ്യിലുണ്ടെന്ന്. ഗേറ്റ് വെക്കട്ടെ. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. ഗോൾഡൻ നഗറ്റ്, സോഡ്, ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീല്, ഫ്ലിൻറ്റ്, വെയിൻ ഓഫ് ഓർത്തപോഡ്സ്, ഗോൾഡൻ നഗറ്റ്, സോറി അയറൺ നഗറ്റ്. നമുക്ക് ഇവിടുന്ന് പോർട്ടൽ ആക്ടിവേറ്റ് ചെയ്യാമല്ലേ? ഇപ്പം അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലേ. പാമ്പില്ലാത്തൊരു കഴിച്ചു എൻ്റെ പകുതി വീട് ഇത് കാരണം പൊട്ടിപ്പോയി. ഗോൾഡൻ്റെ ഇതുകൊണ്ട് ഇപ്പോഴത്തെ വില്ലേജ് ലിസ്റ്റിന് ഇങ്ങനത്തെ ഒക്കെ അപ്ഡേഷൻ ഉണ്ടല്ലേ. എനിക്കിവിടെ ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടുണ്ട്. സോറി, ബ്ലാക്ക് സ്മിത്ത് ആണവൻ. ഓക്കെ, വെപ്പൺ സ്മിത്ത് ആണ്, ബ്ലാക്ക് സ്മിത്ത് അല്ല. ഇന്ന് ഫ്രണ്ടിൽ വെച്ചൊരു ഇങ്ങോട്ട് ഇടാം. സോറി, ഇങ്ങോട്ട് ഇപ്പോൾ തല്ലിപ്പോയി. തേർഡ് പേഴ്സണായതുകൊണ്ട് ഈ മോട്ട് കാണാൻ പറ്റില്ല. അത് ബ്ലാക്ക് സ്മിത്ത് അല്ല, വെപ്പൺ സ്മിത്ത്. അത് ഇവരുടെ ഉള്ള എന്തെങ്കിലും ഒബ്സിഡിയൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും വെപ്പൺ സ്മിത്തിൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഫോറസ്റ്റാണ് നിൽക്കുന്നത്. ഇപ്പുറത്ത് ജസ്റ്റ് ഒന്ന് കറന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു വീഡിയോ എൻഡ് ചെയ്യാനുള്ള സമയമായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടായിരുന്നു. പിന്നെ പുതിയ നെതർ അപ്ഡേഷൻ എങ്ങനെയുണ്ടെന്ന് തീർച്ചയായും കമൻറ്റിൽ പറയണേ. ഗായ്സ്, എനിക്ക് പുതിയ സ്ക്രീൻ റെക്കോർഡർ ഏതാണെന്ന്, അടിപൊളി സ്ക്രീൻ റെക്കോർഡർ ഏതാണെന്ന് അറിയണ വരെ ഞാൻ ഫ്രീ ഫയർ അപ്ലോഡ് ചെയ്യില്ല. അല്ലെങ്കിൽ വീഡിയോസിന് കുറേ പ്രശ്നം ഉണ്ടാവും, സൗണ്ട് ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. കഴിഞ്ഞുള്ളിൽ ഞാൻ എന്ത് ഉറച്ചത്തിൽ തൊണ്ട പൊട്ടിച്ച് പറഞ്ഞിട്ടും ഒരിത്തിരി പോലും ക്ലിയർ ആയിട്ട് പോർട്ടൽ ഇങ്ങനെ തലകുത്തിയല്ലേ കിടക്കുന്നത്. നമ്മൾ ക്ലിയർ ആക്കണമല്ലേ. ഈ പോർട്ടലിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം എവിടെ ചെന്ന് എത്തുന്നത്. ഓക്കെ, ഈ ക്രൈയിങ് ഒബ്സിഡിയൻ വെച്ചിട്ട് കാര്യമില്ല. ഈ അപ്ഡേഷൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം പുതിയ നെതറിൻ്റെ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്ങനെ ഈ മോട്ടാണ്, അടിപൊളി മോട്ടാണ്. നമ്മളിവിടെ എത്തി ഗൈസ്. നമ്മൾ നേരത്തെ ഒരു പോർട്ടലാണത് പോയില്ലേ. ഇപ്പോൾ ഇവിടെ റീസ്പോൺ പോയിന്റ് സെറ്റായത്. നമ്മളിവിടെ
അത് ശരി. ഞാൻ ക്രിംസൺ ഫോറസ്റ്റിൻ്റെ കാര്യം വിട്ടുപോയി. ഇതാണ് റാപ്പിഡ് സ്റ്റെം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, റാപ്പിഡിൻ്റെ വാർപ്പിഡാണ്, റാപ്പിഡല്ല. സോറി, ഒരു നെതർ റാക്ക് വേണം ഗായ്സ്. പിന്നെ ഞാൻ ഈ അടിപൊളി സംഭവത്തിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി. ഇതാണ് നെതർ റൈറ്റ്. അതാണ് ഇപ്പോഴത്തെ മൈൻക്രാഫ്റ്റിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആർമറാണ്. ഡയമണ്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് ഇതാണ് നെതർ റൈറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനത് വേറെ ചെയ്തു. നെതർലൈറ്റ് ലാവയിൽ ചാടിയാലൊന്നും വരില്ല. അതേസമയം ഞാൻ ഇതൊക്കെ ലാവയിൽ ചാടി എന്താ പറഞ്ഞതെന്ന് കാണിച്ചു തരാം. അത് ലാവയിൽ ചാടിയാൽ കത്തിപ്പോവും. അതേസമയം നെതർലൈറ്റിൻ്റെ എന്ത് സാധനമാണെങ്കിലും കത്തില്ല. പക്ഷേ നെതർലൈറ്റ് ഇട്ടുകൊണ്ട് ലാവയിൽ ഇറങ്ങിയാൽ നമ്മൾ കത്തും, അത് ഉറപ്പാണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ക്രിയേറ്റീവ് മോഡാണെങ്കിലും നമ്മൾ കത്തുമെന്ന് വെച്ചാൽ സാധാ കത്തി മാതിരി ചാവില്ല. ഇതായതുകൊണ്ട് കത്തുമ്പോൾ നമുക്ക് ഇവിടെ സ്ക്രീൻ കാണാം. കണ്ട, ഇവിടെ കത്തുന്ന സ്ക്രീൻ കാണാം. നെതർലൈറ്റ് കത്തില്ല, പക്ഷേ നെതർലൈറ്റ് ഇട്ടിട്ട് ലാവിൽ ഇറങ്ങിയാൽ നമ്മൾ കത്തും. അത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്. ഇവിടെ വഴിയല്ല, ഞാൻ തുളച്ചൊരു ഇതിലേക്കടിയല്ലേ. ഓക്കെ, ആണ് നെതർലൈറ്റ്. പിന്നെ നെതർ റാക്ക് അവിടെ പോയി. നെതർ ബേസ് ലാൻഡിൽ കാണുന്നതാണ്. ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ നൈസിലും ക്രിംസൺ നൈസിൽ കൊടുക്കുക. ഇവിടെ ഇത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഒരു റാപ്പിഡ് സ്റ്റെമ്മല്ല, നൈസിൽ കൊടുക്കുക. ഇവിടെ വയ്ക്കുക. അത് നമ്മൾ ഒരു ബോൺ മീൽ വെച്ചിട്ട് ഇവിടെ വയ്ക്കുക കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോൺ പേപ്പർ സിസേഴ്സ് ഇല്ലേ, അതുപോലെ തന്നെയാണ്. കണ്ട, ഇപ്പോൾ ഓഡോറിവനൊക്കെ വയ്ക്കില്ലേ, അതുപോലെ തന്നെയാണ്. ഹെഡ് ഓർ ടെയിൽ, ഓഡോറിവൻ അല്ല, ഹെഡ് ആൻഡ് ടെയിൽ, അതുപോലെയാണിത്. പിന്നെ ഇതിവിടെ വയ്ക്കാൻ പറ്റുമോ? അതെ, വയ്ക്കാൻ പറ്റും. ഇത് വളർന്നു കഴിഞ്ഞാൽ ഇതിവിടെ വളരില്ല ഗൈസ്. തോന്നുന്നു റാപ്പിഡ് നൈസിലത്തിലും അത്ര വളരുള്ളൂ. ഗൈസ് കണ്ട, ഇതാണ് റാപ്പിഡ് ഫോറസ്റ്റിലെ ഒരു ടൈപ്പ് മരമാണിത്. നമുക്ക് റാപ്പിഡ് ഫോറസ്റ്റ് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, കാരണം വീഡിയോ എൻഡ് ചെയ്യാനുള്ള സമയമായി. മരത്തിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. പിന്നെ ഈ ടൈപ്പ് മഷ്റൂം പോലത്തെ സംഭവത്തിൽ നിന്നാണ് ഇതുണ്ടാവുന്നത്. ഇത് ഭയങ്കര വലിയ മരമാണല്ലോ. ഇത്രയും വലുതാവും ഇത്. ചെറിയ മരം പോലെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു. വെയിറ്റ് മിനിറ്റ്സ് ഗൈസ്, എനിക്ക് തോന്നുന്നു വീഡിയോ ചെയ്യാനുള്ള സമയം വന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫേവറേറ്റ് പാട്ട് എഴുതാമെന്ന്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞായിരുന്നു സ്ക്രീൻ റെക്കോർഡിൻ്റെ കാര്യം. അത് തീർച്ചയായും എന്ന് പറയണേ ഗൈസ്, എന്തെങ്കിലും ഫ്രീ ഫയറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, പുതിയ നെതറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. ഞാൻ വിച്ചു സൈനിങ് ഓഫ്.